Hello guys, welcome back to my YouTube channel Nimasama Vlogs. So ഇന്ന് ഇപ്പോൾ നമ്മൾ ഡിസംബറിലിരിക്കുകയാണ്. ഡിസംബറിൽ ഇനി ഏതാനും കുറച്ച് ദിവസങ്ങളൂടെ കഴിഞ്ഞാൽ ഒരു പുതിയൊരു വർഷം പിറക്കാം. അപ്പം ഞാൻ കരുതി ഐ വിൽ മേക്ക് എ വീഡിയോ ഓൺ സംതിങ് ദാറ്റ് എനിക്ക് ഒരുപാട് മുന്നേ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. സോ ദാറ്റ് ഈസ് വാട്ട് ഐ വിഷ് സംവൺ ടോൾഡ് മീ ഏർലിയർ, സെൽഫ് വർത്ത് എഡിഷൻ. സെൽഫ് വർത്തിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ കൂടുതൽ സംസാരിക്കുക. അപ്പം നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം രാവിലെ എഴുന്നേറ്റു, ചില ദിവസങ്ങളിൽ നമുക്ക് വളരെ കോൺഫിഡൻസ് തോന്നും, എല്ലാം മുന്നോട്ട് ചെയ്യണം, നല്ല പ്രൊഡക്റ്റീവായിരിക്കണം എന്നൊക്കെ ഉള്ളത് തോന്നാറുണ്ടല്ലേ. പക്ഷേ ചില ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെയല്ല. ചില ദിവസങ്ങളിൽ നമുക്ക് വളരെ ലോ ആയിട്ട് ഫീൽ ചെയ്യും. നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വന്ന് നിറയും അല്ലേ. നമ്മൾ ആ സമയത്ത് എന്താ വിചാരിക്കുക, നമ്മളെ ഇനഫ് അല്ലേ, അല്ലെങ്കിൽ നമ്മൾ മോശമാണോ, നമ്മൾ വേറെ ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങും, നമുക്ക് സെൽഫ് ഡൗട്ട് ഉണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പം അതിനെ പറ്റിയിട്ടായിരിക്കും ഞാൻ കൂടുതൽ ഇന്ന് ഫോക്കസ് ചെയ്യുക. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, യു ഡോണ്ട് ഹാവ് ടു ബി പെർഫെക്റ്റ്. നിങ്ങൾക്ക് ലവ് കിട്ടണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടണം, നിങ്ങളെ ആരെങ്കിലും അംഗീകരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം വിചാരിക്കും ഞാൻ പെർഫെക്റ്റ് ആവണം. അത് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു കൈൻഡ് ഓഫ് എന്താ പറയുന്ന ഒരു സ്ട്രക്ചറാണ്. ലൈക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ റെസ്പെക്റ്റ് കിട്ടുള്ളൂ, ലവ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ ആവുള്ളൂ, വേറെ ആൾക്കാർ നമ്മളെ കുറ്റം പറയാതിരിക്കുകയുള്ളൂ, അതിനു വേണ്ടി നമ്മൾ പെർഫെക്റ്റ് ആവണം എന്നാണോ? അങ്ങനെയല്ല, ഒരിക്കലും അല്ല. നമ്മൾ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി വിട്ടിട്ട് ആവശ്യത്തിൽ കൂടുതൽ പെർഫെക്റ്റ് ആവാൻ വേണ്ടി ശ്രമിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് അതിൻ്റെ കാരണം ഞാൻ അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ, നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്ന, നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരെല്ലാം പെർഫെക്റ്റ് ആണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 99% ഓഫ് ആൾക്കാർക്കും എല്ലാ തരത്തിലുള്ള ഫ്ലോസ് ഉണ്ടാവും. ഒരു മനുഷ്യനാവുമ്പം ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും. ഇംപെർഫെക്ഷൻസ് ഒരാളെ മനുഷ്യനാണ് ആക്കുന്നത്. ഒരിക്കലും നമുക്ക് വേറൊരു വ്യക്തിനെ വെച്ചിട്ട് അവരാണ് പെർഫെക്റ്റ് അല്ലെങ്കിൽ ഇവരാണ് പെർഫെക്റ്റ് അങ്ങനെ പറയാനില്ല. എല്ലാ ആൾക്കാർക്കും ഫ്ലോസ് ഉണ്ട്. നമ്മൾ കാണുന്ന സൈഡിൽ ഫ്ലോസ് ഉള്ളവരുണ്ട്, പക്ഷെ നമ്മൾ കാണാത്ത സൈഡിൽ ഒരാളുടെ പേഴ്സണാലിറ്റിയിൽ ഫ്ലോസ് ഉള്ളവരുണ്ട്. അവരുടെ ബിഹേവിയർ പാറ്റേൺസ് ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും പെർഫെക്റ്റ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ തന്നെ ഇങ്ങനെ പുഷ് ഹാർഡ് ചെയ്ത് മുന്നോട്ട് പെർഫെക്റ്റ് ആയാലേ നമുക്കിതെല്ലാം കിട്ടുള്ളൂ. അങ്ങനെ നെക്സ്റ്റ് വൺ ഈസ് യുവർ സോഫ്റ്റ്നെസ് ഈസ് നോട്ട് യുവർ വീക്ക്നെസ്. അപ്പം സോഫ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ എന്തിനാണ് ഇത്ര സെൻസിറ്റീവ് ആയത്, ഞാൻ എന്തിനാണ് ഇങ്ങനെ ഫുൾ ഡേ ഒരു വേറൊരാൾക്കും ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത കാര്യത്തിനെ പറ്റി ഓർത്ത് കരയുന്നേ, അല്ലെങ്കിൽ വേറെ ആരും ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു കാര്യത്തിനെ ഞാൻ എന്തിനാണ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള കുറേ സെൽഫ് ഡൗട്ടിങ് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ സ്ട്രോങ്ങറാണ്, എൻ്റെ ഈ സൈഡാണ് വീക്കർ, അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് നമ്മളോട്. നീ എന്തിനാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത്? ആവശ്യമില്ലാത്ത കാര്യം ഇൻ ദ സെൻസ് അവർക്കായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ ഒരു ഫേസിൽ നമ്മൾ കുറച്ചും കൂടെ എമ്പത്തറ്റിക് ആയിരിക്കാം, ആ കാര്യത്തിനെ പറ്റി നമ്മൾ മാറ്റർ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പം സെൻസിറ്റീവ് ആകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സോഫ്റ്റ്നെസ്, കൈൻഡ്നെസ്, കാംനെസ്, നമുക്ക് ലിസൺ ചെയ്യാനുള്ള കഴിവ്, അല്ലെങ്കിൽ നമുക്ക് ട്രിഗർ ആവാതെ കേട്ടിരിക്കാം, ട്രിഗർ ആവാതെ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാം, നമുക്കുള്ള പേഷ്യൻസ്, ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു ഗുഡ് ക്വാളിറ്റിയാണ്. അതൊരു വീക്ക്നെസ് അല്ല. നമ്മൾ സ്ട്രോങ്ങറാണ്. ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും വീക്കാവുന്നില്ല. അതുമാത്രമല്ല, എല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് എടുത്ത് എല്ലാം മുന്നോട്ട് മാത്രം ചിന്തിച്ച് ഭയങ്കര ബോൾഡായിട്ടിരിക്കുന്ന ആൾക്കാർ മാത്രമല്ല ഈ ലോകത്ത് ആവശ്യം. ഇങ്ങനെയുള്ള ആൾക്കാരെയും എമ്പത്തറ്റിക് ആയിട്ടുള്ള ആൾക്കാരും സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെയും വേൾഡിന് ആവശ്യമാണ്. എന്നാലേ ആ ഒരു ഹാർമണി ഉണ്ടാവുള്ളൂ, നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാനായിട്ടുള്ള പറ്റത്തുള്ളൂ.
ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വീക്കായതുകൊണ്ടാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വീക്കറാണ് എന്ന് പറയുന്നത് അവർ ആ ഒരു കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഫേസ് നമ്മൾ എന്താണ് നമ്മൾ കടന്നു പോകുന്നത് എന്നവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് എനിക്ക് പറയാനുള്ള കാര്യം, ഏറ്റവും കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ, അതായത് ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നൊരു കാര്യമില്ല. ആ കാര്യം എല്ലാ ആൾക്കാരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ നോട്ട് എവ്രി വൺസ് ഒപ്പീനിയൻ മാറ്റർ. നമ്മൾ എന്താ ചെയ്യുന്നത്, രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്ത് കാര്യം ചെയ്യുന്നതിന് മുന്നേ, മുന്നോട്ട് പോകുന്നതിന് മുന്നേ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, മറ്റവരെന്ത് വിചാരിക്കും, മറിച്ചവരെന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയിലാണ് പോകുന്നത്. അത് ഞാൻ എന്നെ തന്നെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് നമ്മൾ വളർന്നു വന്ന ഒരു സാഹചര്യം അങ്ങനെയാണ്. നമ്മൾ മുന്നോട്ടൊരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ 10 പേര് കൂടി എന്നിട്ട് അതിനൊരു ഒപ്പീനിയൻ പറയും. ഇങ്ങനെ വെക്കണ്ടായിരുന്നു, നീ ചാടിയാൽ മതിയായിരുന്നു, നീ ഇരുന്നിട്ട് പോയാൽ മതിയായിരുന്നു, നീ ഇഴഞ്ഞു പോയാൽ മതിയായിരുന്നു എന്ന് പല ആൾക്കാരും പറയും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ ആൾക്കാർക്കും ഒപ്പീനിയൻ പറയാനുള്ള അവകാശം ഉണ്ടായിരിക്കും. പക്ഷെ ആ ഒപ്പീനിയൻസ് നമ്മുടെ ലൈഫിലോട്ട് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ മാത്രം ചിന്തകളായിരിക്കണം. നമ്മുടെ മാത്രം എന്താ പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അത് എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. നമ്മൾ അതിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആവുമോ, അല്ലെങ്കിൽ ഞാൻ അവരുടെ ഒപ്പീനിയൻ എടുത്തില്ലെങ്കിൽ അവരെന്നെ കുറ്റം പറയുമോ, അല്ലെങ്കിൽ അവരെന്നെ വഴി പറയുമോ, അല്ലെങ്കിൽ അവരെൻ്റെ ഫ്രണ്ട് അല്ലാതാവോ. ഒരു കാര്യം വിചാരിക്കുക, എല്ലാ ആൾക്കാരും നമ്മളെ പറ്റിയിട്ട് ഒരിക്കലും നല്ലത് പറയണമെന്നില്ല. അപ്പം ചിലവർ നല്ലത് പറയും, ചിലർ മോശം പറയും, ചിലർ വളരെ വളരെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ടാവാം. ദാറ്റ്സ് ഫൈൻ. അത് നമ്മൾ കേൾക്കണമെന്ന് തന്നെ ഇല്ല. നമ്മൾ കേൾക്കാതെയും കുറ്റം പറയുന്ന ആൾക്കാരുണ്ടാകും. സോ അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് എല്ലാവരുടെയും ലൈഫിൽ പോയിട്ട് അവർ തിരുത്താൻ പറ്റത്തില്ല. അതൊക്കെ ഞാൻ റിയലൈസ് ചെയ്തത് വളരെ വൈകിയാണ്. നമ്മൾ എപ്പോഴും ചിന്തിക്കുക, നമ്മുടെ കാര്യം നമ്മുടെ മാത്രം കാര്യമായിരിക്കണം. അല്ലാതെ വേറൊരാൾക്ക് അതൊരു തേർഡ് പേഴ്സൺ അതിനകത്ത്, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പേഴ്സൺ അതിനകത്ത് ഒപ്പീനിയൻ പറഞ്ഞോട്ടെ, അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് ആരെയും അങ്ങനെ തിരുത്താൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെ വാല്യൂ അവർക്ക് കാണാൻ പറ്റാത്തത് നമ്മുടെ കുഴപ്പമല്ല, അത് അവരുടെ കുഴപ്പമാണ്. നമ്മളൊരു കാറ് വാങ്ങാൻ പോകുന്നു, 10 പേര് 10 അഭിപ്രായം പറയും. പക്ഷെ നമ്മൾ ആ കാറ് വാങ്ങാൻ വേണ്ടി എടുത്ത ബാക്ക്ഗ്രൗണ്ട് ചെക്ക്, നമ്മൾ ആ പൈസ സമ്പാദിക്കാൻ വേണ്ടി എടുത്ത എഫേർട്ട്, നമ്മൾ പോയി ഷോറൂമിൽ പോയി അവരോട്ട് സംസാരിച്ചു, പല ഷോറൂമിൽ പോയി സംസാരിച്ചു, കാര്യങ്ങൾ നേരിട്ട് തിരക്കി. എന്നിട്ടും ആ കാർ എടുത്തിട്ട് ആൾക്കാർ പറയും, നീ എന്നോടൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ, ഞാനിതിലും വലിയ ബെറ്റർ ഓപ്ഷൻ തരില്ലായിരുന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയല്ല ചെയ്യുന്നത്, നമ്മൾ കൺഫ്യൂസ്ഡ് ആക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഒപ്പീനിയൻസിനെ, നമ്മുടെ തലയ്ക്കകത്ത് വന്ന ആ ചിന്തകളെയാണ് അവർ ചാലഞ്ച് ചെയ്യുന്നത്. അതിനെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യം പോലുമില്ല. നമ്മൾ മുന്നോട്ട് പോവുക, ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഞാൻ പഠിച്ചൊരു കാര്യമാണ്, സം പീപ്പിൾ വിൽ ലീവ് അസ് സം ഡേ, ദാറ്റ്സ് ഓക്കെ. പല കാര്യങ്ങളും, ഇപ്പം ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ, റിലേഷൻഷിപ്പ് ആവട്ടെ, ഫാമിലി അല്ലെങ്കിൽ റിലേറ്റീവ്സ്, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് പരിചയമുള്ള ആൾക്കാർ, സ്ട്രേഞ്ചേഴ്സ് അല്ലാത്ത ആൾക്കാർ, ലൈക്ക് ജസ്റ്റ് പരിചയമുള്ള ആൾക്കാരും, എല്ലാ ആൾക്കാരും നമ്മളോടൊപ്പം നമ്മുടെ ലൈഫ് ജേർണിയിൽ മുന്നോട്ട് ഫോർ എവർ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ല. അതിൽ നമ്മൾ വാശി പിടിക്കേണ്ട ആവശ്യവുമില്ല. ചില ആൾക്കാർക്ക് നമ്മളൊരു സ്പേസ് കൊടുക്കേണ്ട സമയം വരും. അവർ നമ്മളെ ചിലപ്പോൾ ലീവ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അവരുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി വരും. അത് ചിലപ്പോൾ ഒപ്പീനിയൻ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ പല സാഹചര്യങ്ങളും ആയിരിക്കാം. ആൻഡ് നമ്മൾ വിചാരിക്കേണ്ടത് അത് നമ്മുടെ കുറ്റമല്ല. നമ്മളെപ്പോഴും എന്താ ചിന്തിക്കുക, അയ്യോ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇങ്ങനെ ആയതുകൊണ്ടാണോ, അങ്ങനെ ആയതുകൊണ്ടാണോ, അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോഴും ഒരു ഗോളിലായിരിക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. ആ ഗോളിൽ തന്നെ മുന്നോട്ട് ഫോക്കസ് ചെയ്ത് പോവുക എന്നുള്ള കാര്യങ്ങളെ നമ്മൾ ആ ഒരു സ്പേസിനെ റെസ്പെക്റ്റ് ചെയ്യുക മ്യൂച്വലി, എല്ലാ ആൾക്കാരുടെ അടുത്തായാലും. എനിക്ക് പറ്റില്ല, ഞാൻ ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ ഇറങ്ങി വന്നു എന്ന് വിചാരിച്ച് ഞാൻ മോശക്കാരിയല്ല, അവർ പോയി എന്ന് വിചാരിച്ച് അവരും മോശക്കാരല്ല. അപ്പോൾ നമ്മൾ ആ സ്പേസിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ജേർണി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ പിന്നീട് അത് ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ചാപ്റ്റർ ജസ്റ്റ് ക്ലോസ്ഡ്. നമ്മുടെ ലൈഫിൽ നിന്ന് അവരുടെ ചാപ്റ്റർ ക്ലോസ് ആയി പോയി. ആൻഡ് ആ സ്റ്റോറി ഈസ് ഗോയിങ് ഓൺ. മുന്നോട്ട് നമ്മുടെ ഇത് തുടർന്നുകൊണ്ടിരിക്കുക, നമ്മുടെ ലൈഫ് തുടർന്നുകൊണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. അത്രേ ആയിട്ട് എടുത്താൽ മതി. നെക്സ്റ്റ് തിങ്,
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. ഒരുപാട് ചിന്തിക്കാനുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ ചുരുക്കി പറയാം, ചൂസ് യുവർ സെൽഫ് ഈവൻ വെൻ ഇറ്റ്സ് ഹാർഡ്. ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ പല സാഹചര്യങ്ങളിലും നമുക്ക് നമ്മളെ തന്നെ മറന്നു പോയിട്ട്, അല്ലെങ്കിൽ വേറൊരു ആൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ട ഒരുപാട് അവസരങ്ങൾ വരും. അപ്പം ഒരു കാര്യം മാത്രം ചിന്തിക്കുക, നമ്മളെപ്പോലെ നമ്മളെ മനസ്സിലാക്കുന്ന വേറൊരാളില്ല, നമ്മളെപ്പോലെ നമ്മളെ പ്രയോറിറ്റി കൊടുക്കുന്ന വേറൊരാളില്ല. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമുക്ക് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം. ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിന്നു പോവാതിരിക്കാനോ, അല്ലെങ്കിൽ വെറുതെ നമ്മുടെ ഇമേജ് തകരാതിരിക്കാനോ നമ്മൾ ചൂസ് ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാ പോയിന്റിലും. ഈവൻ നമ്മുടെ പേരൻസ് ആയാലും പാർട്ട്നേഴ്സ് ആയാലും മക്കളായാലും ഒക്കെ നമുക്കൊരു സെക്കൻഡറി മാറ്ററാണ്. നമ്മളെപ്പോഴും നമ്മളുടെ ഒരു പ്രയോറിറ്റി ആണ് ആദ്യം മുന്നോട്ട് വെക്കേണ്ടത്. കാരണം നമ്മളെ തന്നെ വിട്ട് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് വേറെ ആരുമില്ല നമ്മളെ പറ്റി സംസാരിക്കാൻ, നമുക്ക് വേണ്ടി സ്പീക്കപ്പ് ചെയ്യാൻ. നമ്മൾക്ക് വേണ്ടി റെസ്റ്റ് കൊടുക്കണം, നമ്മുടെ ബോഡിക്ക് അത് ആവശ്യമുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്ന നമ്മളാണ്. നമ്മുടെ മൈൻഡിനൊരു റെസ്റ്റ് വേണം എന്ന് തിരിച്ചറിയുന്ന നമ്മളാണ് എക്സോസ്റ്റഡ് ആവുന്നത്. അത് വേറൊരാൾക്കും പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യണം തോന്നുമ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യണം. നമുക്ക് ആർഗ്യുമെൻ്റ് ചെയ്യണം എന്ന് തോന്നുമ്പോൾ നമ്മൾ സ്പീക്കപ്പ് ചെയ്യണം. അത് പിടിച്ച് മിണ്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ തന്നെയാണ് സപ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചൂസ് ചെയ്യുക ഈവൻ വെൻ ഇറ്റ്സ് ഹാർഡ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാതെ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് വരുന്നുണ്ടാവും. നമ്മൾ ചിന്തിക്കുന്ന രീതി മാറും. നമ്മൾക്ക് പ്രത്യേകമായിട്ടൊരു കോൺഫിഡൻസ് ജീവിതത്തിൽ വരും. അതൊരു സത്യമാണ്. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യമാണ്, ഇത് ഞാനും പലപ്പോഴും ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, അത് മാറ്റാൻ ഞാൻ ശ്രമിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. റെസ്പെക്റ്റ് യുവർ ജേർണി. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആൾക്കാരെ വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പിയേഴ്സിനെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നമ്മളൊന്നും ആയില്ല എന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആൾക്കാരുടെ ഗ്രോത്ത് നോക്കുമ്പോൾ നമ്മൾ ഓക്കെ, അവർ കാറ് വാങ്ങി, അവർ വീട് വെച്ചു, അവരത് വാങ്ങി, ഇത് വാങ്ങി, കല്യാണം കഴിച്ചു, പാർട്ട്ണറായിട്ട് പുറത്ത് പോയി സെറ്റിലായി. പക്ഷെ നമ്മുടെ ആ ഒരു പേസ് നമ്മൾ മനസ്സിലാക്കുന്നില്ല, നമ്മുടെ ഗ്രോത്ത് മനസ്സിലാക്കുന്നില്ല, നമ്മളതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ നിന്നെടുത്തത്, നമ്മൾ പുഷ് ഓൺ ചെയ്തത് ഇവിടെ വരെ എത്തി എന്നുള്ളൊരു കാര്യത്തിനെ നമ്മൾ അക്നോളജ് ചെയ്യണം. നമ്മൾ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം. നമ്മളെ തന്നെ പ്രൗഡ് ആവേണ്ട ഒരു കാര്യമാണ്. ഗ്രോത്ത് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നടക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. അതിന് കുറേ ഹാർഡ്ഷിപ്സ് ഉണ്ട്. ഇപ്പം ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെ അവർ മുന്നേ തന്നെ തുടങ്ങിയ ഒരു കാര്യമായിരിക്കും ഈ ഗ്രോത്ത് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളെ കമ്പയർ ചെയ്തിട്ട് നമ്മുടെ ഗ്രോത്ത് ജേർണി മുന്നോട്ട് പോകുന്നില്ല, നമ്മൾ പാഴാണ്, അല്ലെങ്കിൽ നമ്മൾ നോട്ട് ഇനഫ് ആണ് എന്നൊക്കെ തോന്നുന്നത് മണ്ടത്തരാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും ഗ്രോത്ത് ജേർണി ഡിഫറെൻ്റ് ആണ്. ഗ്രോത്ത് ഈസ് എ സ്ലോ തിങ്. അതൊരു സ്ലോ പേസിലേ നടക്കുകയുള്ളൂ എന്നുള്ളതാണ് യൂണിവേഴ്സലായിട്ട് നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, യു ആർ ജസ്റ്റ് മൂവിങ് അറ്റ് യുവർ ഓൺ പേസ് ആൻഡ് ഐ റെസ്പെക്ട് ദാറ്റ്. അത്രയേ ഉള്ളൂ. നമ്മൾ വേറെ ആരെയും കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമ്മൾ 10 പേര് പ്രഷർ ചെയ്തതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ തോന്നി നമ്മൾ തന്നെ അങ്ങോട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. വേറൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, യു ആർ ഇനഫ്. ആ കാര്യം നമ്മൾ വളരെ വേറൊരു മീനിങ്ങിൽ അല്ലെങ്കിൽ തെറ്റായിട്ട് ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴാണ് ഇനഫ് ആവുന്നത്? നമ്മുടെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ പേരൻസ്, ഈവൻ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ എപ്പോഴാണ് അംഗീകരിക്കപ്പെടുന്നത്? നമുക്ക് സക്സസ് ഉണ്ടാകുമ്പോഴോ, അല്ലെങ്കിൽ അത്രയും നാൾ വരെ നമ്മളൊന്നും അല്ലാതായിരിക്കുന്ന സമയത്ത് നമ്മൾ ഇനഫല്ല എന്നുള്ളൊരു തോട്ടാണ് നിങ്ങൾക്കുള്ളെങ്കിൽ അത് ഇപ്പോൾ തന്നെ മാറ്റിക്കോ. അങ്ങനെ ഒരു കാര്യമില്ല. നമ്മളെപ്പോഴും നമ്മളൊന്നും അല്ലാതിരിക്കുന്ന സമയത്ത്, നമ്മുടെ കയ്യിൽ 10 പൈസ ഇല്ലാതിരിക്കുന്ന സമയത്തായാലും നമുക്ക് വേണ്ടി ഇനഫാണ്. അത് ഇനി ആര് വന്ന് മാറ്റിയെന്ന് പറഞ്ഞാലും അങ്ങനെയല്ല. നമ്മളിപ്പം നല്ലൊരു സാലറി കിട്ടുന്ന ഒരു ജോലി വാങ്ങി, അല്ലെങ്കിൽ നമ്മൾ ജോലി കിട്ടിയിട്ടും ഒരു അടിപൊളി വീട് വെക്കുമ്പോഴേ നമ്മൾ ഇനഫ് ആവുള്ളൂ,
ബാക്കിയുള്ളവർ നമ്മളെ അംഗീകരിക്കുള്ളൂ. അങ്ങനെ അംഗീകരിക്കുന്നവരൊക്കെ നമ്മളെ അല്ല അംഗീകരിക്കുന്നത്. നമ്മൾ ഒരു മെറ്റീരിയലിനെ നമ്മൾ നമ്മൾ ഹാർഡ് ഏൺഡ് മണി കൊണ്ട് നമ്മൾ ഒരു മെറ്റീരിയലിനെ നമ്മൾ സ്വന്തമാക്കുമ്പോഴേ അവിടെ നമ്മൾ ഇനഫ് ആവുന്നുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അല്ല അവർ അംഗീകരിക്കുന്നത്, അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യുന്നത്, നമ്മളെ വാല്യൂ ചെയ്യുന്നത് നമ്മൾ സമ്പാദിച്ച പൈസ കൊണ്ട് വാങ്ങുന്ന ഒരു സാധനത്തിനെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നൊരു പവർ പൊസിഷനെയാണ്. അപ്പം ഞാനൊരു ജോലിക്ക് കയറി, ആ ജോലിയിൽ എനിക്ക് ഒരു ചെറിയൊരു ജൂനിയർ പോസ്റ്റാണ് ആദ്യം കിട്ടിയത്. അതിൽ നിന്ന് വളർന്ന് ഞാനൊരു മാനേജറായി എന്ന് വിചാരിക്കുക. മാനേജർ ആവുമ്പോഴേ നിനക്കിപ്പോഴേ നല്ലൊരു ജോലി ആയല്ലോ എന്ന് പറഞ്ഞ് അംഗീകരിച്ച് വരുന്ന ആൾക്കാർ നമ്മളെ അല്ല റെസ്പെക്റ്റ് ചെയ്യുന്നത്, അവർ നമ്മുടെ പൊസിഷനെ മാത്രമാണ് റെസ്പെക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ പൊസിഷനും പവറും മണിയും മാത്രം കൊണ്ട് നിങ്ങൾ ഇനഫ് ആവുന്ന അങ്ങനെയല്ല. ഒരിക്കലും പൊസിഷനോ പവറിനോ മണിക്കോ ഡിഫൈൻ ചെയ്യാവുന്ന ഒരു പേഴ്സണാലിറ്റി അല്ല നമ്മളുടെ. ഒരാൾ എന്താണോ അതിൽ അംഗീകരിക്കപ്പെടുന്നത് നമ്മുടെ എക്സിസ്റ്റൻസിനെ. യു ആർ വർത്ത് സിംപ്ലി ബിക്കോസ് യു എക്സിസ്റ്റ്. നിങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളൊരു വർത്ത്ഫുൾ ആയിട്ടൊരാളാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇത്രയൊക്കെയാണ് നിങ്ങളോട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മളിപ്പോൾ 2026 കടക്കുകയാണ്. അപ്പോൾ ആ സമയത്തും നെക്സ്റ്റ് ഒരു ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമുക്ക് കുറേയധികം ചിന്തകൾ വരും. നമ്മളിനി മുന്നോട്ട് പോകുന്ന ജേണി എങ്ങനെയായിരിക്കും, സെൽഫ് ഡൗട്ടിങ് കുറേ ഉണ്ടാകും, നമ്മൾ സെൽഫ് വർത്ത് മനസ്സിലാക്കാത്ത കുറേ സാഹചര്യങ്ങളുണ്ടാകും. പക്ഷേ ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനത്തെ കാര്യങ്ങളോ ചിന്തകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കുക. നമ്മൾ വി ആർ ഇനഫ് ഫോർ അവർ സെൽഫ്സ്. അത് മാത്രം നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ മുന്നോട്ട് പോവുക. നല്ലൊരു പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ഇയർ ആയിരിക്കും നിങ്ങൾക്ക് 2026 എന്ന് ഞാൻ വിഷ് ചെയ്യുകയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.